ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് കേന്ദ്രം. സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ആശമാരുടെ സമരം അവസാനിപ്പിക്കാൻ സംസ്ഥാനം സ്വന്തം നിലയിൽ ഒരു പദ്ധതിയും കേന്ദ്രത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതുമില്ല. കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പിന്തുണ തേടിയതായും വീണ ജോർജ് പറഞ്ഞു. എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിയതായും മന്ത്രി അറിയിച്ചു. പാർലമെന്റ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു വീണ ജോർജ്. ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇൻസെൻറ്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണമെന്നുള്ളതും അഭ്യർത്ഥിച്ചു. അപ്പോൾ കേരള സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് പരിശോധിക്കാമെന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നമുക്കറിയാം ആരോഗ്യമന്ത്രി ഇത് രണ്ടാം തവണയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നത്. ആദ്യ തവണ എത്തിയപ്പോൾ പക്ഷേ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ സമയമൊന്നും ചോദിക്കാതെ അത് ക്യൂബൻ നയതന്ത്ര പ്രതിനിധികളെ കാണാൻ വേണ്ടി എത്തിയ ശേഷം ആശമാരെ കബളിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇത്തവണ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ തന്നെ എത്തിയല്ലോ. സന്ദർശിച്ച ശേഷം പക്ഷേ ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കത്തക്ക ഒരു പ്രഖ്യാപനവും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. അങ്ങനെയല്ലേ കാര്യങ്ങൾ നന്ദഗോപൻ? വിനോദ്, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. പ്രധാനമായും കേരളം 4 വിഷയങ്ങൾ ഉന്നയിക്കാനാണ് ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ആ 4 വിഷയങ്ങളിലും കേന്ദ്രം പോസിറ്റീവായ നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. അതിലേറ്റവും പ്രധാനം ആശമാരുടെ വിഷയമാണ്. ആശമാരുടെ വിഷയത്തിൽ നേരത്തെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ച ചെയ്യുന്നതിന് മുമ്പേ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശമാരുടെ വിഷയങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി അവതരിപ്പിച്ചതാണ്. അന്നും അദ്ദേഹം ആവർത്തിച്ചത് അല്ലെങ്കിൽ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഈ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, മുഴുവൻ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ പഠിച്ചും ചർച്ച ചെയ്തും വരികയാണ് എന്നുള്ള നിലപാടാണ് ഇന്നിപ്പോൾ വീണ്ടും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ മുന്നിലും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ആവർത്തിച്ചത്. എന്നാൽ പ്രത്യേകിച്ച് യാതൊരുവിധ ഈ ചർച്ചയിൽ പുരോഗതി, അതായത് കേരളത്തിന് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമൊന്നും ഈ ചർച്ചയിൽ ഉണ്ടായില്ല. അല്ലെങ്കിൽ അത്തരം ആശയങ്ങളൊന്നും തന്നെ വീണ ജോർജ് കേന്ദ്രമന്ത്രിയുമായി പങ്കുവെച്ചില്ല എന്നുള്ളതാണ്. പകരം ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഇൻസെൻറ്റീവാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയമാണ്. അങ്ങനെയാണ് ആന്ധ്രാപ്രദേശും സിക്കിം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവിടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് ആശമാർക്ക് കൂടുതൽ വേതനം നൽകുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം വീണ ജോർജിനോട് ചോദിക്കുമ്പോൾ ശരിക്കും അവർ കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ അതിനൊരു മറുപടി വ്യക്തമാക്കുന്നില്ല. പകരം അത് കേന്ദ്ര സർക്കാരിൻ്റെ മേലേക്ക് ചാരി, അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിയാണ് ആശാ വർക്കർമാരുടേത്, അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യം മാത്രം അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഓണറേറിയം എന്നുള്ള വിഷയത്തിൽ നിന്നും അവർ പാടെ ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന വിഷയം ഇത് ആദ്യമായി അല്ല ഈ വീണ ജോർജിന് മുന്നിലേക്ക് എത്തുന്നത്. പലതവണയും ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന വിഷയത്തിൽ അവർ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ്. പകരം രാഷ്ട്രീയപരമായി ഇതിനെ വളച്ച് ഒടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇൻസെൻറ്റീവ്, കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശും സിക്കിമും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് മികച്ച വേതനം നൽകുന്നു എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ
ചർച്ചയിലെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എയിംസുമായി ബന്ധപ്പെട്ടതാണ്. എയിംസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പോസിറ്റീവായ നിലപാടാണ് അതിൽ ആരോഗ്യമന്ത്രി JP നദ്ദ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ എയിംസുമായി ബന്ധപ്പെട്ടത് കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ ഉടനടി എയിംസ് അനുവദിക്കുവാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ 2023-24 വർഷത്തിൽ കേരളത്തിന് കുടിശ്ശിക നൽകാനുണ്ട് എന്നുള്ളതാണ് കേരളം ആരോപിക്കുന്നത്. അക്കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം വയനാട് അതേപോലെ തന്നെ കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും അതിലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടുണ്ടാകുമെന്നുള്ളതാണ് വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു വിഷയം ഇന്നിപ്പോൾ ചർച്ചയായത് ഓൺലൈനായി മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ മരുന്ന് വിൽപ്പനയെ പറ്റിയാണ്. അതായത് ഓൺലൈൻ മരുന്ന് വിൽപ്പനയുടെ മറവിൽ വ്യാപകമായി മറ്റ് വസ്തുക്കൾ, അതായത് ഡ്രഗ്സ് അടക്കമുള്ളവ വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിന് കൃത്യമായ മാനദണ്ഡം വേണമെന്നുള്ള കാര്യവും കേരളം അറിയിച്ചു. ഏതായാലും കേരളം മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളോടും പോസിറ്റീവായ നിലപാടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വീകരിച്ചതെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. നന്ദഗോപൻ, വ്യക്തമാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നു എന്ന് വീണ ജോർജ് തന്നെ പറയുന്നു. ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വയനാട് കാസർഗോഡ് ജില്ലകളിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാര്യത്തിലും കേന്ദ്രം പോസിറ്റീവായി പ്രതികരിച്ചു എന്നാണ് വീണ ജോർജ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.